എന്തിട്ട് പരിപാടി മക്കളെ? ഞാനേ തീരെ വയ്യ. ഞാനേ ചില നാട്ടിൽ പോവാന്നുള്ള പരിപാടിയിട്ട് നിൽക്കണേ. ഇപ്പോൾ ഒരു 5-6 ദിവസമായി വയ്യാണ്ടായിട്ട്. നടക്കണില്ല, കുറയണമില്ല, കയ്യിൽ 5 രൂപയില്ല, ഒക്കെ പറ്റി റൂം എടുത്തിട്ട് കയറ്റി. ഇന്നലെ ഇവിടെ വന്നിട്ട് ഇതൊരു ലോഡ്ജാണ്. ഇവിടെ ഒരു 200 രൂപയ്ക്ക് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ റൂമൊന്നും ഇല്ല, ഫുള്ളാണ്. അവർ പറഞ്ഞത് പണ്ടാണെന്ന് ഇങ്ങനെ ഇതിപ്പോൾ പൊളിച്ചിട്ട് പുതിയ ഫ്ലാറ്റൊക്കെ ആക്കി അടിയിലത്തെ റൂം മാത്രം കൊടുക്കുന്നുണ്ട്. അതൊക്കെ 1000 രൂപയ്ക്ക് കൊടുക്കണതാണ്. ഞാൻ പറഞ്ഞു തീരെ വയ്യ. ഞാൻ വരുമ്പോൾ ഫുള്ള് മഴ കിടന്നു ഇവിടെ. അങ്ങനെ വന്നിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല, ടെൻറ്റൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല കേട്ടോ ടെൻറ്റ് ഉണ്ടെന്നൊക്കെ. അതിനൊരു പറഞ്ഞു ഇവിടെ സ്ഥലമുണ്ട്, ആണെങ്കിൽ എൻ്റെ ഉള്ളത് കിടന്നോന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, രാവിലെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് അടയ്ക്കുന്നു പറഞ്ഞു, പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല പറഞ്ഞു. ഓക്കെ സെറ്റായില്ലോ. അങ്ങനെ തലയൊക്കെ വെട്ടിപ്പൊളിയാറായി. എന്ത് ചെയ്യുക, ഇവിടെ നിൽക്കാനാച്ചാൽ ഇനിയിപ്പോൾ വേറെ കോണ്ടാക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എന്തിട്ട് ചെയ്യണമെന്ന് അറിയില്ല. അവിടെ ഈ ബായും പിന്നെ വേറെ 2-3 ബായിമാരുണ്ട്. ഇവരൊക്കെ കൂടി ഇന്നലെ രാത്രി സംസാരിച്ചിട്ടാണ് ഒരു പണിയില്ല, എന്താ പണിയൊക്കെ ചെയ്യരുത്. അങ്ങനെ ഞാൻ മറ്റേ സിലിഗുഡിയിൽ വന്നപ്പോൾ പ്രജിത് ബ്രോ ഉണ്ടായിരുന്നില്ല, ആളോട് ഞാൻ അങ്ങനെ സംസാരിച്ചു. അങ്ങനെ തീരെ വയ്യ, അങ്ങനെ നാട്ടിൽ പോയിട്ട് കുറച്ചാൾ റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ 10-21 കിലോ കുറഞ്ഞിട്ട് മൊത്തം ആകെ ഒരു ലെവലായി. എന്താ വെച്ചാൽ കുറയണമില്ല, മനുഷ്യൻ്റെ ഉപ്പാടളകി. ഡാർജിലിംഗ് 4 ദിവസം വന്നിട്ട് ഞാനൊരു റെസ്റ്റ് എടുത്താൽ മാറുന്നു. പക്ഷേ അവിടെ തണവല്ലേ, അതിൻ്റെ മുകളിൽ നിന്നിട്ട് കുറയണമില്ല, ആകെ പെട്ട അവസ്ഥയാണ്. എന്താ ചെയ്യേണ്ടത് അറിയില്ല. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഒരു 5 ദിവസമൊക്കെ റെസ്റ്റ് എടുക്കും, 5-6 ദിവസം കൊണ്ട് അതിനുകൊണ്ട് പോകാം. എന്നിട്ട് കുറയണമൊന്നുമില്ല. എന്തായാലും നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിന്നിട്ട് റെഡി ആയിട്ട് വരാൻ വിചാരിച്ചിട്ടാണ്. കപ്പക്കെട്ടും പല്ലിയും ഇന്നലെ കഴിഞ്ഞാൽ ഇന്നലെ രാത്രി 2 മണിക്ക് തൊട്ടിട്ട് പല്ല് ജാതി വേന, നമുക്ക് പല്ലോട്ടയുകൊണ്ട് ഇതുവരെ പല്ലിന് വേന തോന്നില്ല കേട്ടോ. എന്നിട്ട് രാത്രി ഒന്ന് കെട്ടുന്ന പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ജാതി വേന, എന്ത് വേണമെന്ന് പറയുക. അയ്യോ ഇന്നലെ രാത്രി പറഞ്ഞ പോലെ കണ്ട് ഫോണിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയുണ്ട്, ഫോൺ ഓണാവില്ല. അപ്പോൾ ഒക്കെ മനസ്സാകെ എത്തുകയായി. എല്ലാം കൊണ്ടും ഈ പറഞ്ഞ പോലെയാണല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയാലൊന്നും. ഇനിയിപ്പോൾ 3:45 ട്രെയിൻ ഉണ്ട്, കിട്ടുമോ എന്നറിയില്ല, പോയി നോക്കണം. എൻ്റെ നാട്ടിൽ പോയിട്ട് 10-15 ദിവസം നിന്നിട്ട് വരാം, അത് നടക്കുള്ളൂ. തലയൊക്കെ പേരിച്ചിട്ട് ഇനി. അപ്പോൾ ശരി, ഞാൻ ഇവിടുന്ന് 10:30-8 മണിക്ക് എൻ്റെതാ. ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ മറ്റേ പ്രജിത് ബ്രോരെ അവിടേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 10:30 ക്ലിനിക്ക് തുറക്കുള്ളൂ. അപ്പോൾ അതുവരെ അവിടെ ഇരുന്നിട്ട് 10:30 അവിടെ വന്നാൽ മതി. എൻ്റെ സൈക്കിൾ അവിടെ വെച്ചോന്ന് പറഞ്ഞ ആൾ. സൈക്കിൾ അവിടെ വെച്ചിട്ട് ആവശ്യമുള്ള എന്തെങ്കിലും ബാഗ് എടുത്തിട്ട് എന്നെ തെറിക്കാൻ നോക്കുക, നടക്കുള്ളൂ. കുറച്ചാളായി വയ്യാണ്ടായിട്ട്, ശരിയാവണില്ല. എല്ലാവരും പണി തിരക്കല. സൈക്കിളൊക്കെ അവിടെ വെച്ച് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈക്കിളോടെ വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. സൈക്കിൾ ക്ലിനിക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതാ ഇവിടെ വെച്ച് സെറ്റാക്കി. ഈ ലോക്ക് പൂട്ടാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോവാണ്. സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി 3:45 ട്രെയിൻ. ഇപ്പോൾ സമയത്ത് ട്രെയിൻ അറിയും 12 മണി ആയിട്ടില്ല, അതുകൊണ്ട് 11 മണി ആയിട്ടുള്ളൂ, കുറേ സമയമുണ്ട്. അപ്പോൾ ശരി മക്കളോട് നടക്കട്ടെ. നല്ല പയ്യ മക്കളെ, ഒരു രക്ഷയില്ലാട്ടാ. ഞാനെന്നിട്ട് 11 മണി ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുത്തിട്ടാണ് ഏറ്റവും റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് അവിടെ പോയിരുന്ന് കുറച്ച് നേരം കിടന്ന് നമ്മൾ പോലീസുകാർ പിടിച്ചു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും വന്നിരിക്കില്ല. ഒരു ഞാൻ ഒന്ന് നോക്കിയില്ല വേണ്ട. ഇതേപോലത്തെ ഒരു ഷീറ്റ് 20 രൂപയുള്ളൂ. എല്ലാവരും വാങ്ങിച്ചിരിക്കണുള്ളൂ. ഈ അറ്റം തൊട്ട് ആറ്റം വരെ എല്ലാവരും ഇരിക്കുക. എല്ലാവരും 5 ആളെ കിടന്നു തുടങ്ങി. ഇപ്പോൾ എത്രയും സമയം തുടങ്ങി, 3 അറിയുന്നുണ്ട്. 2:40 ആകെ സൗണ്ടൊക്കെ പോയി. ജനറിൽ 2 ദിവസം ഇരിക്കാൻ അപ്പോഴേക്കും ചാവുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഈ സൈഡിൽ മൊത്തം ഇരിക്കുക. ആദ്യം അപ്പുറ സൈഡിൽ നടന്നു, വെയിലായിട്ട് പുറത്തേക്ക് വന്നു കണ്ടില്ല എല്ലാവരും. തന്നൊക്കെ പോയി എടുത്തിട്ട് വേനച്ചിട്ട് 2 ദിവസം എങ്ങനെ ഇരിക്കാൻ അറിയില്ല. ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടിയാൽ മതി. ഒന്നിനെ ഇരിക്കണം. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ട്രെയിൻ ഇപ്പോൾ 2:45 എടുക്കാന്ന് പറഞ്ഞോട്. പക്ഷേ 3 മണിക്ക് ഇവിടെ വരുന്ന അല്ല 3:45 ട്രെയിൻ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞത്. പക്ഷേ 3 മണിക്ക് ട്രെയിൻ വരുന്നു പറയുന്നുണ്ട്. 3 മണിക്കൂർ എന്ത് ലേറ്റ് ആകുമ്പോൾ നിർത്തണ്ടായിരുന്നു. മെയിൻ എന്താവുന്നത് NJP എന്ന് പറഞ്ഞുള്ള സ്റ്റേഷനാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അടിക്ക് വേണ്ട എന്തെങ്കിലും കഴിക്കുക വേണം. വയ്യ മറ്റേ പാട്ടപ്പുറക്കൊക്കെ എടുക്കുന്നു. അതെ പിന്നെ തീരെ വയ്യ. വീടൊന്നും നോക്കിയില്ല, ഏറ്റവും നോക്കിയിട്ട് കാര്യമില്ല. എവിടെയെങ്കിലൊക്കെ എടുക്കണ്ടേ. അതിനൊക്കെ പോയി ഇരുന്നിട്ട് പോകണമെങ്കിൽ 2 ദിവസം ട്രെയിനിൽ നാട്ടിൽ നമ്മൾ തീരുമാനമാകുന്നതുകൊണ്ട് ആംബുലൻസ് വിളിച്ച് കൊണ്ടിരുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ തന്നെ
അങ്ങനെ നമ്മള് ട്രെയിനിലൊക്കെ കയറി ഇപ്പോൾ 7 മണി എല്ലാവരും കടന്നു കിടന്നിട്ട് സീറ്റ് നോക്കിയാൽ എല്ലാവരും ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം വന്നാണ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. നല്ല തിരക്കല്ലാടത്ത് നോക്കിയേ, ഫുള്ള് തിരക്കന്നെ 5 മണിയാണ്. ചോറും ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. ചിക്കനല്ല, മീനാ. ഞാൻ ട്രെയിനിലാദ്യം മീൻ കാണണം കേട്ടോ. മീൻ കറി വാങ്ങിച്ചിട്ടുണ്ട്. മീൻ കറി എക്സ്ട്രാ റൈസ് ഒക്കെ കിട്ടുമല്ലോ. മീൻ കറി, കടലക്കറി, എക്സ്ട്രാ റൈസ് ഇത് ഒക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ചേർത്ത് തലൊക്കെ പൊളിഞ്ഞു തുടങ്ങി വെച്ചിട്ടുണ്ടായി. ഒരു രക്ഷയില്ല, അതൊക്കെ വേർത്ത് വേണ്ടിയാ. എല്ലാ സീറ്റിലും 4-5 പേരൊക്കെ ഉണ്ട്. ഇവിടെ മാത്രം 2 ആൾ, ഞങ്ങൾ ഇങ്ങോട്ട് 2 ആൾ. ഇവരൊന്നും നോക്കിയില്ല. ഇവിടെ കയറിയ ആളോട് കാര്യം പറഞ്ഞു. ആള് ആലുവയ്ക്കേണ്ടതാണ് എന്ന് വിട്ടു. അങ്ങനെ അപ്പോൾ എന്തായാലും പോയി കഴിക്കട്ടെ കേട്ടോ.